നമസ്കാരം. സംസ്ഥാനത്തെ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണ വിഷയത്തിൽ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല നടിയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നും അവരുടെ നാട്യത്തിന് അവാർഡ് നൽകേണ്ട സമയമാണിതെന്നും അദ്ദേഹം പരിഹസിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന നഴ്സുമാരുടെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 പ്രഖ്യാപിച്ച ശമ്പള വർധനവ് പോലും ഇതുവരെ നടപ്പിലാക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ട്രെയിനികൾക്ക് 10,000 രൂപയും മറ്റുള്ളവർക്ക് 20,000 രൂപയും ശമ്പളം നൽകുമെന്ന വാഗ്ദാനം 2026 നടപ്പിലായിട്ടില്ല. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം എന്ന കോടതി ഉത്തരവുകൾ നിലനിൽക്കെയാണ് ഈ അവഗണനയെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളെല്ലാം അന്താരാഷ്ട്ര കുത്തക കമ്പനികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള കമ്പനികൾക്ക് വേണ്ടിയാണോ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് ചെന്നിത്തല ചോദിച്ചു. പാവപ്പെട്ട നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം നൽകാനുള്ള മാന്യത പോലും സർക്കാർ കാണിക്കുന്നില്ല. മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഇല്ലാത്തതിനാലാണ് നഴ്സുമാർ കൂട്ടത്തോടെ വിദേശത്തേക്ക് ചേക്കേറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും കാലത്ത് UDF അധികാരത്തിൽ വന്നാൽ നഴ്സുമാർക്ക് മെച്ചപ്പെട്ട ശമ്പളവും സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്നും ചെന്നിത്തല വാഗ്ദാനം നൽകി. രാഷ്ട്രീയമാർന്ന ഈ പോരാട്ടത്തിൽ നഴ്സുമാരോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീ ജാസ്മിൻ ഷാ മുൻ തൊഴിലുറപ്പ് മന്ത്രിയും കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന പ്രിയങ്കരായ ശ്രീ ഷിബു ബേബി ജോൺ, പ്രിയപ്പെട്ട ശ്രീ മലയാളൻ ശ്രീ ഷാജൻ, ദേശീയ സെക്രട്ടറി സുധി, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സെക്രട്ടറി അജയ്, ട്രഷറർ ദിവ്യ രശ്മി, ഹാരിസ്, മിനി, അച്ചു, ഈ വേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് UNAയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിങ്ങളിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജാസ്മിൻ ഷാ ചൂണ്ടിക്കാണിച്ച പോലെ, സ്വാഗത പ്രസംഗം ചൂണ്ടിക്കാണിച്ച പോലെ, അധികാരി വർഗം ഈ മാർച്ച് നിങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളെ ഈ മാർച്ചിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഈ മാർച്ച് തടസ്സപ്പെടുത്താനും ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച സംസ്ഥാന സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ സമരം ചെയ്യുന്നവരോട് പുച്ഛമുള്ളൊരു ഗവൺമെന്റാണ് ഇവിടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട ആശാ വർക്കർമാർ 100 ദിവസത്തിലേറെ സമരം ചെയ്തിട്ടും അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഗവൺമെന്റാണ് ഇവിടെ. ഇവിടെ ജാസ്മിൻ ഷാ ചൂണ്ടിക്കാണിച്ചില്ലേ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഷിബു ബേബി ജോൺ തൊഴിലുറപ്പ് മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുത്ത കാര്യം, അന്ന് നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് ശമ്പള പരിഷ്കരണത്തെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് 2016 നമ്മൾ സ്ഥാനം ഒഴിയുന്നത്. 2018 നിങ്ങൾ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചെങ്കിലും എന്നോടിപ്പോൾ ശ്രീ അജയ് പറയുകയായിരുന്നു, ഇതുവരെയും അവർക്ക് നിങ്ങൾക്ക് ആ പ്രഖ്യാപിച്ച ആനുകൂല്യം പോലും നൽകിയില്ലായിരുന്നു. ജഗദീഷ് പ്രസാദ് കമ്മീഷൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച കമ്മീഷനാണ്. ജഗദീഷ് പ്രസാദ് കമ്മീഷന്റെ ഫൈൻഡിംഗ് വളരെ വ്യക്തമാണ്. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അത് ലഭ്യമാക്കാനുള്ള നിരവധിയായ കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ കേരളത്തിൽ 2018 നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത 20,000 രൂപ വെച്ചുള്ള ശമ്പള വർധന പോലും നടപ്പാക്കിയിട്ടില്ല. ട്രെയിനികൾക്ക് 10,000, മറ്റുള്ളവർക്ക് 20,000 എന്ന ശമ്പള വർധന ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണിത്? ഇന്ന് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളെല്ലാം ഷിബു ബ്ലാക്ക് സ്റ്റോൺ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആശുപത്രികളൊക്കെ, പ്രൈവറ്റ് ആശുപത്രികളെല്ലാം അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ അയൽക്കാത്തത്. അത് വരുന്നു. ഫിനിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ആശുപത്രികളും ബ്ലാക്ക് സ്റ്റോൺ എന്ന മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണോ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? ബ്ലാക്ക് സ്റ്റോൺ പോലെ ഒരു അന്താരാഷ്ട്ര
പുസ്തക കമ്പനിക്ക് വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? സ്വകാര്യ ആശുപത്രിയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു മാന്യതയല്ലേ? നമ്മുടെ നാട്ടിൽ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലേക്കും നഴ്സുമാർ പോകുന്നത്. 2018 തീരുമാനിച്ച കാര്യം പോലും 2026 നടപ്പാക്കാതെ നിങ്ങളെ വലയ്ക്കുന്ന ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഷിബു ദേവിയാണ്. നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഉത്തരവിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ സാധനത്തിലുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകമായി ഒരു കാര്യം പറയുന്നു. പോരാട്ടങ്ങളിൽ ഒറ്റയ്ക്കല്ല, സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു.